ഹായ്, ഒരു ഇംപ്രൊവൈസ്ഡ് കോമ്പസ് അഥവാ വടക്ക് നോക്കി യന്ത്രമാണ് പരിചയപ്പെടുത്തുന്നത്. ഇതിനാവശ്യമായ സാമഗ്രികൾ ഒരു ഫോം ബോർഡ്, ഒരു ബാർ മാഗ്നറ്റ് എന്നിവയാണ്. ഫോം ബോർഡിൻ്റെ ഒത്ത നടുക്ക് ഒരു അമ്പടയാളം രേഖപ്പെടുത്തണം. ആ അമ്പടയാളത്തിൻ്റെ ഒരറ്റത്ത് എൻ എന്നും മറ്റേ അറ്റത്ത് എസ് എന്നും രേഖപ്പെടുത്തണം. എൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോർത്ത്, എസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൗത്ത്. ഇതും ഒരു പാത്രം നിറയെ വെള്ളവും ഒരു ബാർക്കാന്തവും ഉണ്ടെങ്കിൽ ഇതുപയോഗിച്ച് നമുക്ക് ദിശയറിയാം. ഇതാണ് ഇംപ്രൊവൈസ്ഡ് കോമ്പസ്. കാന്തത്തിൻ്റെ ധ്രുവങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരുന്നാലേ ഇത് സാധ്യമാകൂ. ഈ കാന്തത്തിൻ്റെ നോർത്ത് സൈഡ് ഈ കാണിച്ച പുള്ളിയുള്ള ഭാഗത്താണ്. കാന്തങ്ങളിൽ നോർത്ത് സൈഡ് അടയാളപ്പെടുത്താൻ ഇങ്ങനെ ഒരു പുള്ളി രേഖപ്പെടുത്തുന്ന രീതിയുണ്ട്. ഈ സൈഡ് നോർത്താണ്. ഈ ബോർഡിൻ്റെ നോർത്ത് എന്ന് രേഖപ്പെടുത്തിയ സ്ഥാനത്ത് ഈ കാന്തത്തിൻ്റെ നോർത്ത് പോൾ വരുന്ന രീതിയിൽ അവിടെ ഒട്ടിച്ചു നിർത്തണം. ഇനി ഇത് വെള്ളത്തിൽ കൊണ്ടുപോയി നമുക്ക് വെച്ച് നോക്കാം. അതിനു മുൻപേ ഈ റൂമിൻ്റെ ദിശ എന്ന് പറയാം. ഈ റൂമിൻ്റെ നോർത്ത് സൈഡ് ഈ ഭാഗമാണ്. ഈ ഇംപ്രൊവൈസ്ഡ് കോമ്പസിനെ നാം വെള്ളത്തിൽ ഏത് ദിശയിൽ കൊണ്ടുപോയി വെച്ചാലും കറങ്ങി തിരിഞ്ഞ് ഇതിൻ്റെ എൻ എന്നെഴുതിയ ഭാഗം വടക്കോട്ട് തന്നെ വന്ന് നിൽക്കുന്നത് നമുക്ക് കാണാം. ഞാൻ ആദ്യം എൻ എന്നെഴുതിയ ഭാഗം പടിഞ്ഞാറ് ദിശയിലേക്ക് വരുന്ന രീതിയിലാണ് വെള്ളത്തിൽ വെക്കുന്നത്. ഇതാ അത് കറങ്ങിത്തിരിഞ്ഞ് എൻ നോർത്ത് സൈഡിലേക്ക് ചൂണ്ടുന്നു. ഇനി ഇതിൻ്റെ എൻ നമുക്ക് കിഴക്ക് ദിശയിലേക്ക് വെച്ച് നോക്കാം. ഇപ്പോഴും കറങ്ങി എൻ എന്നെഴുതിയ ഭാഗം വടക്ക് ദിശയിലേക്ക് വരുന്നു. വെള്ളം അനക്കം നിൽക്കുമ്പോഴേ കൃത്യമായ ദിശ സൂചിപ്പിക്കൂ. ഇതാ ഏതാണ്ട് ഇപ്പോൾ റെഡിയായി. ഇനി എൻ എന്നെഴുതിയ സൈഡ് നമുക്ക് തെക്ക് ഭാഗത്തേക്ക് തിരിച്ചു വെക്കാം. ഇപ്പോഴും അത് കറങ്ങി തിരിഞ്ഞ് എൻ എന്നെഴുതിയ ഭാഗം വടക്ക് ദിശയിലേക്ക് തന്നെ നിൽക്കുന്നു. സ്വതന്ത്രമായി ചലിക്കാൻ കഴിയുന്ന ഒരു ബാർ മാഗ്നറ്റ് എപ്പോഴും തെക്ക് വടക്ക് ദിശയിൽ നിൽക്കും. ആ തത്വമാണ് നാം ഇവിടെ ഉപയോഗപ്പെടുത്തിയത്. ഈ തത്വം ഉപയോഗിച്ചാണ് ഒരു വടക്ക് നോക്കി യന്ത്രവും പ്രവർത്തിക്കുന്നത്.